Allahu 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 Allah. Assalamu alaikum warahmatullah. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in, amma ba'd. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 41-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ ചില മസാലകളാണ് ഇതിൽ ഉള്ളത്. നാം 5 നേരവും നിർബന്ധമായി ചെയ്യേണ്ട നിസ്കാരവുമായി ബന്ധപ്പെട്ട മസാല ആയതുകൊണ്ട് ഇത് പല തവണ കേട്ട് മനസ്സിലാക്കുകയും സംശയങ്ങൾ കമന്റ് മുഖേന ചോദിച്ച് അതല്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് തീർക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഒരു ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ, ജമാഅത്തായി നിസ്കരിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ പുണ്യമുള്ളത് തന്നെയാണ്. പുണ്യത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും അപ്പൊ ജമാഅത്തായി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇമാമ് ആദ്യത്തെ അത്തഹിയാത്ത് ഒഴിവാക്കിയാൽ, ആദ്യത്തെ അത്തഹിയാത്ത് ഓതുന്നതിന് വേണ്ടി ഇരിക്കൽ മഅ്മൂമിന് ഒരിക്കലും അനുവദനീയമല്ല. മഅ്മൂമും ആ അത്തഹിയാത്ത് ഒഴിവാക്കിക്കൊണ്ട് ഇമാമിന്റെ കൂടെ 3-ാമത്തെ റക്അത്തിലേക്ക് നിൽക്കണം. ഇനി നിൽക്കാതെ മനഃപൂർവം അറിവുള്ളതോട് കൂടെ അവൻ പിന്തിയാൽ, അഥവാ ഇമാം ആദ്യത്തെ അത്തഹിയാത്ത് ഓതാതെ 3-ാം റക്അത്തിലേക്ക് നിന്നു, മഅ്മൂമ് അവനിക്കറിയാം, അതോട് കൂടെ തന്നെ മനഃപൂർവം അവിടെ ഇരുന്ന് അത്തഹിയാത്തിൽ തന്നെ കുറഞ്ഞ സമയം ഇരുന്നു. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കുന്ന കണക്കിനേക്കാൾ അധികം ഇരുന്നു, ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് കരുതിയിട്ടുമില്ല, അങ്ങനെയാണ് ഇരുന്നത് എങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാകും എന്നതാണ് മസ്അല. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇതിടയ്ക്ക് സംഭവിക്കുന്നതാണ്. നമുക്കല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അത് വളരെ പുണ്യമുള്ള ഒരു അറിവായിരിക്കും. അപ്പൊ അതുകൊണ്ട് കേട്ട ആളുകളൊക്കെയും പലതവണ കേട്ട് ഇത് മനസ്സിലാക്കി വെക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഒന്നുകൂടി ആ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ ഇമാം ആദ്യത്തെ അത്തഹിയാത്ത് ഒഴിവാക്കിക്കൊണ്ട് 3-ാമത്തെ റക്അത്തിലേക്ക് നിന്നാൽ മഅ്മൂം അത്തഹിയാത്ത് ഓതാൻ വേണ്ടി ഇരിക്കാൻ പാടില്ല. അങ്ങനെ മനഃപൂർവം വിവരമുള്ളവനായി ഇരുന്നാൽ അഖല്ലുൽ ഇസ്തിറാഹത്ത്, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ 3-ാമത്തെ റക്അത്തിലേക്ക് നിൽക്കുന്നതിന് ആ 3-ാമത്തെ റക്അത്തിൽ നിന്ന് ഉയരുന്ന സമയത്ത്, ഒരു റക്അത്ത് കഴിഞ്ഞ് 2-ാമത്തെ റക്അത്തിലേക്ക് ഉയരുന്ന സമയത്ത്, അല്ലെങ്കിൽ 3 കഴിഞ്ഞ് 4-ാമത്തെ റക്അത്തിലേക്ക് ഉയരുന്ന സമയത്ത് ഒന്ന് ഇരുന്ന് കൊണ്ട് എഴുന്നേൽക്കൽ സുന്നത്തുണ്ട്. ആ ഇരുത്തത്തിന്റെ പേരാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം. ഈ ഇരുത്തത്തിനേക്കാൾ അധിക സമയം ആ മഅ്മൂം അവിടെ ഇരുന്നു. എന്നാൽ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് കരുതിയിട്ടും ഇല്ല, എന്നാൽ അവന്റെ നിസ്കാരം ബാത്തിലാകും. എന്നാൽ ബാത്തിലാകും എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നു കൊണ്ടാണ് ഇമാം എഴുന്നേറ്റത് എങ്കിൽ ബാത്തിലാവുകയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ അരികെ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്,
ബാത്തിലാകും എന്ന് പറഞ്ഞത് ഇമാം ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നിട്ടില്ലെങ്കിലാണ്. ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇസ്തിറാഹത്തിന്റെ അത്ര സമയം ഇരുന്നത് കൊണ്ട് ബാത്തിലാവുകയില്ല. ബഹുമാനപ്പെട്ട റംലി ഇമാമ് പറയുന്നത് മുത്തലക്കൻ നിരുപാധികം ബാത്തിലാകും എന്നാണ്. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇമാം ഇരുന്നാലും ഇല്ലെങ്കിലും ബാത്തിലാകും. അപ്പൊ ഇവിടെ ബാത്തിലാകും എന്നത് തന്നെയാണ് പ്രബലമായി നാം കാണേണ്ടത്. കാരണം നിസ്കാരത്തിന്റെ കാര്യമാണല്ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു മസ്അലയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു മസ്അല കൂടി പറയുകയാണ്, ശ്രദ്ധിക്കുക. ഇമാമ് ആദ്യത്തെ തഹിയ്യാത്ത് ഒഴിവാക്കുകയും അയാള് മൂന്നാമത്തെ റക്അത്തിലേക്ക് നിൽക്കുകയും ചെയ്തു. അങ്ങനെ നൃത്തത്തിന്റെ അടുത്ത്, നൃത്തത്തിനോട് ഏകദേശം അടുത്തെത്തിയതിനു ശേഷം അയാള് മഅ്മൂം എഴുന്നേൽക്കുന്നതിന് മുമ്പായി തന്നെ ആദ്യത്തെ തഹിയ്യാത്തിലേക്ക് അയാൾ തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ മഅ്മൂം ആ ഇമാമിന്റെ കൂടെ തന്നെ ഇരിക്കാൻ പാടില്ല. മഅ്മൂമിന് നിൽക്കൽ നിർബന്ധമാണ്. മഅ്മൂം എഴുന്നേറ്റ് നിൽക്കണം. കാരണം ഇമാമിന് നിൽക്കൽ നിർബന്ധമായത് കൊണ്ട്. എങ്ങനെ നിർബന്ധമായി? ഇമാമ് എഴുന്നേറ്റ് നിന്നത് കൊണ്ട് ഇവനിക്കും എഴുന്നേറ്റ് നിൽക്കൽ നിർബന്ധമായി. അപ്പോൾ പിന്നെ ഇവൻ ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റുകയില്ല. പിന്നെ അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ നിന്നുകൊണ്ട് ഇമാമിനെ പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്, ഇമാം എത്തുന്നതിന് വേണ്ടി. അത് തന്നെ ഇമാമ് മറന്നുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ ഇരുന്നത് എന്ന് വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ വിവരമില്ലാത്തവനായിക്കൊണ്ട്. അപ്പൊ രണ്ട് രൂപം ഇവിടെയും ഈ മഅ്മൂമിന് ചെയ്യാം. ഒന്നുക്കൽ അവിടെ തന്നെ നിന്നുകൊണ്ട് ഇമാമിനെ പ്രതീക്ഷിക്കാം, ഒന്ന്. രണ്ട്, ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്ന് കരുതിക്കൊണ്ട് ഇമാമുമായി വിട്ടുപിരിഞ്ഞ് സ്വന്തം നിസ്കരിക്കാം. ഇവിടെ വിട്ടുപിരിയലാണ് ഏറ്റവും നല്ലത്. ഇത് ഒന്നുകൂടി കേട്ടു നോക്കിയാൽ മതി, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി ഇമാമ് ഈ രൂപത്തിലും അഞ്ചാമത്തെ റക്അത്തിലേക്ക് നിന്ന രൂപത്തിലുമൊക്കെ വിട്ടുപിരിയലാണ് ഏറ്റവും നല്ലത്. ഇമാമ് 4 റക്അത്ത് കഴിഞ്ഞിട്ടും 5-ാം റക്അത്തിലേക്ക് നിന്നാൽ മഅ്മൂം എന്ത് ചെയ്യണം? അവിടെ തന്നെ ഇരിക്കണം. ഇമാമിന്റെ കൂടെ 5-ാം റക്അത്തിലേക്ക് നിൽക്കാൻ പാടില്ല. അവിടെ ഇരുന്നു കൊണ്ട് ഇമാമിനെ പ്രതീക്ഷിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഇമാമുമായി വിട്ടുപിരിഞ്ഞ് അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടലാണ്. ഇനി ഇമാമ് അത്തഹിയ്യാത്ത് ഓതാൻ വേണ്ടി ഇരുന്നു. അപ്പൊ മഅ്മൂമിന് ഒരു സംശയം, ഇത് 3-ാമത്തെ റക്അത്താണോ 4-ാമത്തെ റക്അത്താണോ ഇപ്പൊ ഈ അത്തഹിയ്യാത്തിന് ഇരുന്നിട്ടുള്ളത്? നമ്മളെ ഇമാമ് ഇപ്പൊ ഇരുന്ന് അത്തഹിയ്യാത്ത് ഓതുകയാണല്ലോ. 3-ലാണോ അത്തഹിയ്യാത്ത് ഓതുന്നത്, 4-ലാണോ എന്ന് മഅ്മൂമിന് സംശയം. എന്നാലും മഅ്മൂമിന് നിൽക്കൽ നിർബന്ധമാണ്. അവിടെ ഇമാമിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല. നിന്നുകൊണ്ട് ഇമാമിനെ പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ വിട്ടുപിരിയുകയോ ചെയ്യണം. വിട്ടുപിരിയലാണ് ഏറ്റവും നല്ലത്. ഇതേ പ്രകാരം തന്നെ ഇമാമ് കുനൂത്ത് ഒഴിവാക്കിയാൽ മഅ്മൂമിന് ആ കുനൂത്ത് കൊണ്ടുവരാം. ആദ്യത്തെ അത്തഹിയ്യാത്ത് പോലെ എല്ലാ കുനൂത്ത് ഇമാമ് ഒഴിവാക്കിയാലും മഅ്മൂമിന് അത് കൊണ്ടുവരാൻ അനുവദനീയമാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. 1-ാമത്തെ സുജൂദിൽ ഇമാമിനെ എത്തിക്കും എന്ന് ഇവനിക്ക് അറിയാമെങ്കിൽ കുനൂത്ത് കൊണ്ടുവരൽ ഇവനിക്ക് സുന്നത്തുണ്ട്, ഇല്ലെങ്കിൽ സുന്നത്തില്ല. ഇത് പലതവണ കേട്ട് മസ്അലയായതുകൊണ്ട് മനസ്സിലാക്കണം എന്നുണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ട ഭാര്യമാരുടെയും അതുപോലെ നമ്മളുടെ മക്കളെയും അതുപോലെ നമ്മളുടെ കുടുംബങ്ങളിലെയും എന്തൊക്കെ മരണപ്പെട്ടു പോയവരുണ്ടോ, എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, ആ പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കുകയും മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. വിജയികളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഇതുപോലെയുള്ള അറിവുകൾ
മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ആളുകൾക്ക് വലിയ ഉപകാരമുള്ള അറിവുകൾ ലഭിക്കും. അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.